നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഷാജി കൈലാസ് ചിത്രമുണ്ട്, അതിലൊരു ഒന്നൊന്നര കൂട്ടിയുള്ള ഒരു കിട്ടിലൊരു അടിപ്പടം മാസ് മസാല തന്നെ ആയിരിക്കും. ഈ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താ അറിയോ? ഓൺലൈൻ മീഡിയയുടെ നിങ്ങൾ ഒഴിവാക്കണം ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒഴിവാക്കാൻ പറ്റില്ല. അല്ല, അതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇവിടെ ഉണ്ട്. എയറിലായിരുന്നു ഞാൻ, ഈ മൂവിനെ ശരിക്കും ഒരു നാടൻ ഇടിപ്പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ച സമയം ആണല്ലേ. അപ്പൊ ഞാനിപ്പോ കോളേജിൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അന്നെനിക്ക് സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം തോന്നിയത് തന്നെ കുറെ നാളായല്ലോ ഇത്തരത്തിലൊരു തിരക്കഥ കേട്ടിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട് എന്നുള്ളതാണ്. കാരണം മലയാളത്തിൽ ഓഫ്കോഴ്സ് ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ജോണറാണ് നമ്മൾ എപ്പോഴോ നമുക്കൊരു മറന്നുപോയ പോലെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, ഈ മാസ് മസാല ആക്ഷൻ എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് 3 വർഷങ്ങൾക്കപ്പുറം ഇന്നിപ്പോൾ 2022 ഈ സിനിമ റിലീസാകുന്ന സമയത്ത് എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യുന്ന ഒരുപാട് പേര് സിനിമാ സ്നേഹികൾക്കിടയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറ്റ്ലീസ്റ്റ് അത്തരത്തിലുള്ളൊരു ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അത് തന്നെയാണ്. നമ്മൾ ഒരുപാട് കണ്ട് സ്നേഹിച്ച എന്നാൽ സൃഷ്ടിക്കാൻ മറന്നുപോയോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജോണറിൽ ഒരു വലിയ ക്യാൻവാസിലുള്ളൊരു സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും വലിയ അട്രാക്ഷൻ എനിക്ക്. അത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത്തരത്തിലുള്ള ലാർജർ ദാൻ ലൈഫ് സിനിമാറ്റിക് ഫൈറ്റുകളും ഈ മാസ് മൊമെൻറ്റും അങ്ങനത്തെ സീൻസും പിന്നെ ഷാജിയേട്ടൻ്റെ ഒരു എടുപ്പൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം അത്തരത്തിലൊരു സിനിമ ഞാൻ അടുത്തൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമയിൽ. ഇപ്പം ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സിനിമ കണ്ടപ്പോഴും കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം തോന്നിയത് വെച്ചാൽ എത്ര നാളെ എങ്ങനൊരു സിനിമ കണ്ടിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ് പ്രേക്ഷകരും ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഈ കുറുവച്ചൻ എന്നുള്ള കഥാപാത്രം നമ്മളിപ്പോൾ ടീസർ കണ്ടു, ട്രെയിലർ കണ്ടു, കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴും ഇത് 7-ാം മാസം 7-ാം തീയതി റിലീസാകുന്നു. ഒപ്പം പലയിടത്തും കുറുവച്ചന് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു നമ്പറാണ് 7 എന്ന് പറയുന്നത്. അപ്പം 7-ാം മാസം 7-ാം തീയതി എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാണോ ഇതിന്റെ റിലീസ് ഡേറ്റ്? അതൊരു ഭാഗ്യമായി മാറട്ടെ. നമ്മൾ ഈ ഞങ്ങളുടെ 2 സിനിമകളും ജനഗണമനയാണെങ്കിലും കടുവയാണെങ്കിലും 2 സിനിമകളും ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്ന സിനിമകളാണ്. അത് ഒന്ന് 2020 ഇതിൻ്റെ 2ൻ്റെയും ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങിയ സമയം മുതൽ ഇങ്ങോട്ട് പാൻഡമിക് കാരണം ഉണ്ടായ തടസ്സങ്ങളും, ആൾക്കാർക്ക് ക്രൂവിലും കാസ്റ്റിലും ആൾക്കാർക്ക് കോവിഡ് പോസിറ്റീവായി നിർത്തേണ്ടി വരുന്നു. പിന്നെ പ്രളയം, ഉരുൾപൊട്ടൽ, കടുവയിൽ നമ്മൾ സെറ്റിട്ടിരുന്നൊരു സ്ഥലത്തേക്ക് പോകേണ്ട റോഡ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയി ഒരു സമയത്ത്. പിന്നെ ആ റോഡ് തിരിച്ച് ശരിയാകുന്നത് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട സിനിമകളാണ്. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ഒടുവിൽ റിലീസാകുന്ന സമയം ഒരുപാട് കാരണങ്ങളാൽ ഇത്തരം സിനിമകൾക്ക് തിയേറ്ററിൽ ഒരു ആൾക്കാർക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു സമയത്താണ് ഈ സിനിമ റിലീസാവുന്നത് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം. ഈ 7 എന്ന് പറയുന്ന നമ്പർ യാദൃശ്ചികമായി റിലീസും ഒരു 7-ാം തീയതി ആവുന്നത് ഒരു ഭാഗ്യമാകട്ടെ. ഈ മൂവിനെ ശരിക്കും ഒരു നാടൻ ഇടിപ്പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്, പടം കൊള്ളാം, നല്ല നാടൻ ഇടിപ്പടമാണ്, ഇടിപ്പടം കാണാൻ പോകാമെന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ഒരു ടൈറ്റിൽ വേണേൽ ആഡ് ചെയ്യാമോ? ഇത് അത് തന്നെയാണ് ആക്ച്വലി. അതിനപ്പുറത്തേക്ക് ഒരു വിശേഷണവും കൊടുക്കാൻ ഇല്ല. അഫ്കോഴ്സ് കഥയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും കഥാഗതി പുരോഗമിക്കുന്നതിലൊക്കെ ചെറിയ പുതിയതായിട്ടുള്ള ഇതുവരെ നമ്മൾ മറ്റ് സിനിമകളിലൊന്നും കണ്ടിട്ടില്ലാത്ത ചില ട്വിസ്റ്റുകളും എങ്ങനെയാണ് ഒരു സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആത്യന്തികമായിട്ടൊരു നാടൻ ഇടിപ്പടം തന്നെയാണ്. നമ്മൾ ഈ കഥ നടക്കുന്നതും 90കളിലാണ്, ഏർലി 90s. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു ഡിസൈനും സിനിമയുടെ എസ്തെറ്റിക്സും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് കംപ്ലീറ്റ് ഞാൻ ചെറുപ്പകാലത്ത് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കണ്ട് കൈയടിച്ച കുറേ സിനിമകളുടെ റെഫറൻസാണ് എൻ്റെ മനസ്സിൽ വന്നത്. എനിക്ക് അതാണ് ഇതിനോടുള്ള ഭയങ്കര നൊസ്റ്റാൾജിയും. ഇൻഫാക്റ്റ് അത്തരം സിനിമകൾ എൻ്റെ മനസ്സിൽ ഓടി വന്നതിൽ ഒരു ഭൂരിഭാഗം സിനിമകളും ഷാജിയേട്ടൻ്റെ സിനിമകളാണ്, ഷാജി കൈലാസ് സിനിമകളാണ്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ് ഞാൻ ആദ്യം ഇത് ഷാജിയേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഉഗ്രനായിരിക്കും ഇതെനിക്ക് തോന്നിച്ചതും ഞാൻ ഷാജിയേട്ടനെ വിളിച്ച് സംസാരിച്ചതും അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇത് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു തരം സിനിമയാണ് കടുവ. അതാണ് ഇതിൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസും. അല്ലാതെ ഇത് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥയെന്നോ അല്ലെങ്കിൽ ഭയങ്കര സമകാലിക പ്രസക്തിയുള്ള സിനിമയെന്നോ അങ്ങനെയൊന്നും ഒരു അവകാശവാദങ്ങളും ഇല്ല. നാടൻ ഇടിപ്പടം അത് തന്നെയാണ് ആക്ച്വലി. My question is to Vivek sir. Sir, you have enjoyed, your work as directed by Prithviraj. So how was it sharing screen space with him? How was your experience? Horrible. ചില നിമിഷങ്ങളിൽ സത്യം പുറത്തു വരുന്നത്. I love him personally, but it's horrible working with him. Because every single day, Prithviraj will remind you, just by being him, how much he gets done.
And you think, one guy, he's acting also, he's directing also, he's writing also. We finish shooting, I'm exhausted, I'll go back, I'm thinking, should I go to the gym or not? By then, I'll see him coming out of the gym, he'll finish his workout, then he'll go sit in a script meeting with either Murli or with Jeenu, and he'll be sitting. I'm like, where are you getting this energy from, man? And then in the morning, again, he's up. Again, he's saying, I need to sit on the edit, I need to take the final look. I'm like, I feel like an underachiever after 20 years, man. It's horrible working with him. I think he's incredibly talented, and I love working with Prithvi. Personally, I feel, I keep telling him, I'm pushing him. I say, I'm really glad he did this with Kaduva, taking it, to multi-cities. I was telling him, you must come to Mumbai also, because I think Prithvi has the potential of truly being, sorry about using this word because it's a very abused word right now, but a pan-India superstar. And I think what he's doing for Malayalam cinema is amazing, because whether or not there is an immediate payback with Kaduva, by making the effort, taking the energy and the time to go to Hyderabad and Chennai and Bangalore and Mumbai and trying to push across 5 languages, it will help Malayalam cinema in a big way. Because like today, Kannada, Telugu, Tamil have managed to reach a national interest, where people sitting in Bihar and UP are also watching their films. Malayalam still has to achieve that. Despite Lucifer being such a phenomenal movie, beyond a certain diaspora, we were not able to reach. And I think this effort that he's putting in right now has tremendous value for overall the Malayalam cinema industry. So I'm very, very happy to be a part of that initiative, because I personally am a big fan of Malayalam cinema. And I've loved watching movies just because of the sensitivity with which they handle subjects. Even a film like Kaduva. I mean, it's a typical 𝐒𝐮𝐬𝐢𝐿 film where, it's a low angle, larger than life, quick edit, a lot of what we call masala cinema and what you guys call mass cinema, so it's there. But in that also there is an attempt to do certain moments, like when I do a film like this in Hindi over the last 20 years, it's very clear. It's hero, villain, black, white. What I love about it is that there is a grey shade to Joseph, my character. There's also a grey shade to Kaduva. And I love that. It's actually 2 men, battling with their kind of egos. And I loved it. I loved the idea. When he called me, I felt like it was different, yet in nature similar to 𝐼𝐴𝐴𝐵𝐼𝐴𝐵𝐵 or a driving license, where it's actually about 2 guys with their own perspectives. So I love that. And now, normally in Hindi, I'll never get to play something like that, which has that mid path. I enjoyed playing the character. So it was a lot of fun. Again, a question to you, because in this movie, the Kaduva, your character is Joseph. It is a kind of guy who's like a Palakaran Achayan style of guy. Yes, that's something I learned during this film, Palaya Achayan. Yeah. It's a kind of species like Homo sapiens. So have you observed any nearby people to do the role? Yeah. I mean, look, I had a lot of help. Yeah. So, you know how in KBC you have dial a friend? You call somebody and you ask. So like that, there used to be this guy on Dial a Friend. Even when he was not shooting, he was working for me. I hired him as my personal translator. I'd call him and say, Prithvi, what does this mean, man? But see, I'll tell you the reason also. Unlike a lot of other Hindi actors, and I don't mean this in a judgmental way, I'm just talking about myself. A lot of people are comfortable with coming and looking at something and saying it's a wide shot, no? I'll just say 1, 2, 3, 1, 2, 3, 1, 2, 3, or just make up some gibberish. He never does that. He never does that. For me, it's important to respect the people, the language, the culture as an artist. So if I'm doing a film in Telugu, Tamil, Kannada, Malayalam, any language, I'll take the time to understand not only what it means, but what it means culturally also, like a way of saying. And that is little difficult. There's a lot of effort. So after I fail trying to understand it from 𝐒𝐮𝐬𝐢𝐵, because his English is amazing and my Malayalam is excellent. So because of that, then I'll call him and try and understand that cultural context. So I had that help. But also observationally, there were amazing things. Like I've been to churches in Mumbai, right? I've been to Mount Mary many, many times. I have a lot of Christian friends, so I'll go, on Easter, celebrate with them. But when I came to a church in Pala, I was shocked, because just like in a temple or a gurdwara, you're removing your shoes and chappals outside. I've never seen that in Mumbai.
It was a whole new cultural experience for me because I've never gone to a church in Kerala. So it's very interesting to see these small differences, and we tried to bring that out in the culture of Joseph, right? Because on the one hand, he's a polished, well-exposed, powerful cop who's also got that polish that comes from living in Trivandrum also, right? And being an IPS officer would have a certain difference than say what 𝗔𝐻𝐻 is, because he's from just that belt and he lives there and all his entire community and interaction is there. So I liked that. I liked the fact that there's this good Christian who goes to church every Sunday, who loves his family, who feels like a pillar of his community, who loves his mother, has a sense of honor about his family and family name. To play that guy and then to have just one sin, which is that ego, that arrogance, that kind of takes him on to a path of destruction, mutual self-destruction. Yeah. That was very exciting as a character. I've never played in 20 years of my career, 54 films and series, I've never got to play a character like that. പാൻ ഇന്ത്യൻ ലെവലിൽ മലയാള ചിത്രങ്ങൾ വരണം എന്നുള്ളത് എപ്പോഴും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ പറയാറുള്ളതാണ് പലയിടത്തും. പക്ഷേ കടുവ ഇപ്പം നമ്മൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിവിധ ലാംഗ്വേജുകളിൽ ഇപ്പം നമ്മുടെ തന്നെ പ്രിയപ്പെട്ട താരം ചെന്ന് എല്ലായിടത്തും പ്രൊമോഷൻ ചെയ്യുന്നു. ഇത് എല്ലാത്തിനും ഒരു തുടക്കം എന്നിൽ നിന്നാകട്ടെ എന്നുള്ള സംഭവം തന്നെയാണോ? ഇനി എമ്പുരാനും ഒക്കെ തന്നെ ഈ പാൻ ഇന്ത്യൻ ലെവലിൽ പ്രതീക്ഷിക്കാമോ? ഇത് തുടക്കം എൻ്റെ എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇത് എനിക്ക് മുമ്പ് ദുൽഖർ ചെയ്തതാണ് കുറുപ്പിന്. ദുൽഖർ വളരെ നന്നായിട്ട് കുറുപ്പ് എല്ലാ സിറ്റീസിലും പോയി പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ ഗുണവും ആ സിനിമയ്ക്കും ദുൽഖറിനും ഒക്കെ കിട്ടിയതാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞ ആ ഒരു സിനിമ അങ്ങനെ സംഭവിച്ചു, പിന്നെ അതൊരു വൺ ഓഫ് ആയി നിന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനി ഒരു നോം ആകണം. നമ്മുടെ വലിയ സിനിമകൾക്ക് നമ്മൾ എന്തായാലും നമ്മുടെ സിനിമകൾ നമ്മൾ ഡബ് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഡിജിറ്റൽ റൈറ്റ്സ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയുടെ ഡബ്ഡ് വേർഷൻസും കൂടി നമ്മൾ ഡിജിറ്റൽ റൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ പൈസ എന്നുള്ളൊരു അഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ എഫേർട്ട് നമ്മൾ ഓൾറെഡി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുവയാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമ്മൾ ആ സിനിമകൾ ഈ 5 ഭാഷകളിൽ ഓൾറെഡി ഡബ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഡബ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ കാണുന്നവർക്ക് ആ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഓൺ ചെയ്തിടാം, അല്ലെങ്കിൽ യു ക്യാൻ ചൂസ് എൻ ഓഡിയോ ട്രാക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓഡിയോ ട്രാക്ക്. ആ ഓപ്ഷൻ തിയേറ്റേഴ്സിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാന്നുള്ളൊരു ചിന്തയുണ്ട്. അതൊന്ന്. സെക്കൻഡ്ലി എനിക്ക് തോന്നുന്നു ഇനിയും വരും കാലങ്ങളിൽ നമ്മൾ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യണം. നേഷനിലെ എല്ലാ ഭാഗങ്ങളിലുള്ള ഓഡിയൻസിനോടും നമ്മുടെ ഒരു സിനിമ ഇങ്ങനെ വരുന്നുണ്ട്, ഇതാണ് ആ സിനിമ, ഇത്തരത്തിലുള്ള സിനിമയാണ്, അത് തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. ഇതിപ്പോൾ ഒറ്റ സിനിമ കൊണ്ട് എല്ലാം മലമറിഞ്ഞ് മറ്റെന്തോ സംഭവിക്കുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കുമില്ല, ഇവിടെ ആർക്കുമില്ല. പക്ഷേ പറഞ്ഞതുപോലെ ഇത് എവിടെയെങ്കിലും തുടങ്ങിയിട്ട് ഇനി ഇങ്ങനെയാണ് സിനിമകൾ റിലീസ് ആകുന്നത് എന്നുള്ളൊരു നോം സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ വീണ്ടും ഒരു സിനിമ കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞ സിനിമ ലിസ്റ്റിന് ഞാനും കൂടെ ചെയ്തതൊരു വലിയ വിജയമായതിനു ശേഷം ഒരു 3 സിനിമകൾ ഒരുമിച്ച് ചെയ്യാൻ അന്നത്തെ സമയത്ത് തീരുമാനിച്ചാണ്. ആ 3 സിനിമകളാണ് ജനഗണമന, കടുവ ആൻഡ് ഗോൾഡ്. സത്യത്തിൽ ഇത് ജനഗണമനയിൽ തുടങ്ങിയേനെ. അൺഫോർച്ചുനേറ്റ്ലി ജനഗണമന കറങ്ങിത്തിരിഞ്ഞ് അതിനൊരു റിലീസ് ഡേറ്റ് കിട്ടിയ സമയമായപ്പോൾ ഞാനങ്ങ് അൾജീരിയയിലായിപ്പോയി ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്. അതല്ലെങ്കിൽ ഇത് ഈ ഒരു മൾട്ടി സിറ്റി പ്രൊമോഷൻ, അതിൻ്റെ ഒരു ക്ലൈമാക്സ് കൊച്ചിയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം എന്ന് പറയുന്നത് ജനഗണമനയിൽ തുടങ്ങിയേനെ. ഇനി വരാണ്ടിരിക്കുന്ന എല്ലാ വലിയ സിനിമകളും ഇങ്ങനെ തന്നെ റിലീസ് ആകണം എന്നാണ്. ഇന്ന് രാവിലെ ഇൻഫാക്ട് ഞാൻ അൽഫോൺസുമായിട്ട് സംസാരിച്ചേ ഉള്ളൂ. അങ്ങനെ റിലീസ് ആകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് എൻ്റെ സിനിമകൾ എന്നുള്ളതല്ല, മലയാളത്തിലെ എല്ലാ അറ്റ്ലീസ്റ്റ് ഈ ബിഗ് സ്ക്രീൻ വലിയ സിനിമകൾ അങ്ങനെ റിലീസ് ആകണം. ഇപ്പോൾ ജനഗണമന മൂവി എന്നതൊരു നാഷണൽ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നാഷണൽ വൈഡ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. പക്ഷേ കടുവ എന്ന മൂവിയിലേക്ക് വരികയാണെങ്കിൽ എസെൻസ് ലൈക്ക് ഇതിന്റെ മൂവിയുടെ എസെൻസ് നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇത് എത്രത്തോളം ബാക്കിയുള്ള ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളൊരു കൺസേൺ ഉണ്ടോ? ഇതൊരു മലയാളി അല്ലാത്ത സിനിമയാക്കാൻ ഇതിലൊരു ശ്രമവുമില്ല. മനസ്സിലായില്ലേ? ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റും സ്കെയിലും ഒക്കെ അന്നത്തെ സമയത്ത് ഒരു വലിയ സിനിമയായിരുന്നല്ലോ. ഇടയിലൊരു എനിക്ക് കുറച്ച് സജഷൻസ് വന്നതാണ്, സാർ ഇതിങ്ങനെ ഈ മുണ്ട് ഉടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ, അപ്പോൾ അതൊരു മലയാളി സിനിമയാകും, അതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിലല്ല കാര്യം. ഇഫ് യു ഫ്രാങ്ക്ലി ആസ്ക് മീ, ഇപ്പം ഈ കടുവേനെ ഒരു മലയാളി ചൊവ്വ ഇല്ലാത്തൊരു സിനിമയാക്കിയത് കൊണ്ട് അതൊരു പാൻ ഇന്ത്യൻ സിനിമയാകാനൊന്നും പോകുന്നില്ല. ഇത് അത്യന്തികമായിട്ട് ഇതിൻ്റെ നേറ്റിവിറ്റി വളരെ റൂട്ടഡ് ആണ്. ഇത് 90കളിൽ പാല, കാഞ്ഞിരപ്പള്ളി ബെൽറ്റിൽ നടക്കുന്ന ഒരു അച്ചാന്മാർക്കിടയിലെ ഒരു നാടൻ അടിപ്പടം തന്നെയാണ്. സിനിമയുടെ സ്വഭാവം എന്നുള്ളതല്ല, പ്രോജക്റ്റ് എങ്ങനെ നമ്മൾ എൻഡ് യൂസറിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കടുവയിൽ തുടങ്ങുന്ന ഒരു പ്രോസസ്സ് മാത്രമാണെന്ന്. അത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരുന്നാൽ വർഷത്തിൽ 1-2 സിനിമകളെ അങ്ങനെ നടക്കുകയുള്ളൂ. ബാക്കി മലയാളത്തിൽ നിന്നുണ്ടാകുന്ന മലയാള സിനിമകൾ തന്നെയാണ്. ഞാൻ പറയുന്നത് സിനിമകളുടെ സ്വഭാവം എങ്ങനെയാണെങ്കിലും, സിനിമകളുടെ നേറ്റിവിറ്റി എത്രത്തോളം റൂട്ടഡ് ആണെങ്കിലും അല്ലെങ്കിലും, അത് കണക്ട് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണെങ്കിലും, നമ്മുടെ സിനിമകൾ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സാമ്പത്തിക ലാഭം എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. നമ്മളൊരു നാഷണൽ പ്രസൻസ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇനി കൺസിസ്റ്റൻ്റ്ലി ഉണ്ടാകണം. ഇനി നമ്മുടെ മലയാള സിനിമകൾ റിലീസാവുമ്പോൾ ബോംബെയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്തകൾ വരണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഒരു വലിയ തെലുങ്ക് സിനിമ റിലീസാകുമ്പോൾ, ഒരു വലിയ കന്നഡ പടം റിലീസാകുമ്പോൾ, ഒരു വലിയ ഹിന്ദി സിനിമ റിലീസാകുമ്പോൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? അവിടുത്തെ ആൾക്കാർ നമ്മുടെ പടത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്യട്ടെ. ആൻഡ് ഷാജൻ ചേട്ടൻ ദൃശ്യം കഴിഞ്ഞതിന് ശേഷം കുറേ പോലീസ് വിഷയങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലും പോലീസാണോ? ഇതിലും പോലീസ് തന്നെയാണ്. പക്ഷേ എനിക്ക് വളരെ ഹാപ്പി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലുള്ളൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട് കൈയടിച്ച് നമ്മൾ കോളേജിലോ സ്കൂളിലോ ചെല്ലുമ്പോൾ അതേപോലെ പോകാൻ ആഗ്രഹിച്ച് ഞാൻ സ്കൂളിൽ പഠിച്ച സമയം ആണല്ലേ. അപ്പം ഞാനിപ്പോൾ കോളേജിൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത്തരത്തിലൊരു സിനിമ, പിന്നെ ഷാജാൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളതിനകത്തൊരു ഭാഗമാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെന്ന് കഴിഞ്ഞ് ഭയങ്കര രസമായിരുന്നു. ഒരു അടിപ്പടം എന്ന് പറഞ്ഞാൽ അടിപ്പടം ഒരു 6 അടിയാണ്. 6 അടിയിൽ ഒരെണ്ണത്തിൽ ആദ്യം അവസാനം എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ പക്ഷെ വെയിറ്റ് ചെയ്യാണ് അത് അതിൻ്റെ ഒരു എന്താണ് ഇത് തിയേറ്ററിലൊന്ന് കാണാനായിട്ട്, അതിൻ്റെ ഓരോ ഷോട്ടും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും. അതിൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഷാജി കൈലാസിന് അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമ ചെയ്യണമെന്ന്. അത് ഇത്തരത്തിലൊരു വലിയ സിനിമ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതാണ്. ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയ്ക്ക് എത്ര വലിയ അടിപ്പടമാണെങ്കിലും ചില സമയത്ത് പറയുമല്ലോ അതിനകത്ത് റിയലായിട്ട് കുറച്ച് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കിട്ടി, അങ്ങനെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ ഇല്ല, അത് നമുക്ക് പ്രത്യേകിച്ച് ലാലേട്ടൻ, രാജു ഇവരോടൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് വന്നിട്ടില്ല. നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. കാര്യം നമുക്കറിയാം നമ്മുടെ ദേഹത്ത് കൊള്ളില്ല. അതുകൊണ്ട് തന്നെ എന്താണ് രാജു പലപ്പോഴും എന്താണ് ഇതിങ്ങനെ ചെയ്യുമോ ചേട്ടാന്ന് പറയാം. അതിനെന്താ നമുക്കറിയാം നമ്മുടെ നമുക്കൊന്നും പറ്റില്ല എന്നുള്ളതറിയാം. പിന്നെ ചില ധൈര്യമായിട്ട് ചെയ്യുമൊന്നും പറ്റില്ല എന്ന് പറയും. എയറിലായിരുന്നു ഞാൻ, അയറൊക്കെ തൂക്കിയിട്ടൊക്കെ ആയിരുന്നു. നമുക്ക് അങ്ങനെയുള്ള ഫൈറ്റ് ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് പേടിയാ. അപ്പൊ രാജുവിന് കുഴപ്പമില്ല, ഒന്നും പറ്റില്ല, ഇവിടെ നിന്നാ മതി, ഇവിടെ വന്ന് വീട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നു, ഇത്ര സ്ഥാനത്ത് അവിടെ ഇത്ര ദൂരെ നിൽക്കണം, അടുത്ത് വന്നാൽ കൊള്ളും. അപ്പൊ നമ്മൾ ആ ദൂരം കീപ്പ് ചെയ്താൽ മതി, സേഫ് ആയിട്ട് വീട്ടിൽ പോവാം. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഷാജി കൈലാസ് ചിത്രമുണ്ട്, അതിലൊരു 1.5 കൂട്ടിയുള്ള ഒരു കിട്ടിലൊരു അടിപ്പടം മാസ് മസാല തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോവാ. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കൈയടിച്ച് വിസിലടിച്ച് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പക്ക അടിപ്പടം അത് തന്നെ ആയിരിക്കും കടുവ. ലിസ്റ്റിൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നമ്മൾ ഈ വിക്രം എന്ന് പറയുന്ന മൂവി ഹിറ്റായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും കൂടെ ആയിട്ടുള്ള നമ്മുടെ കമലഹാസൻ സാറ് എൻ്റെ ആക്ടേഴ്സിന് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ ജനഗണമനയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വൻ ഹിറ്റായിരുന്നു, ഗംഭീര ഹിറ്റായിരുന്നു. എസ്പെഷ്യലി ആ പടം വൻ ഹിറ്റായിരുന്നു, ഗംഭീര ഹിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കടുവ ഈ ഹിറ്റാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കടുവ ഹിറ്റായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗിഫ്റ്റ്, ഒരു വണ്ടിയോ എന്തെങ്കിലും കൊടുക്കുമോ? അല്ല, ഞാൻ അതിൻ്റെ ചോദ്യം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അർത്ഥത്തിൽ തന്നെ എടുക്കുന്നു. പക്ഷേ ഈ കിട്ടേണ്ട പൈസ മുഴുവൻ ഓഡിയൻസിൻ്റെ കടക്കുവാണ്. ഞാൻ അതിന് വാങ്ങിച്ചിട്ട് വേണം, തിയേറ്ററിൻ്റെയിലും OTT-യിലും എല്ലാം കടക്കുവാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം എനിക്കിത് കൊടുക്കാനായിട്ട്. അത് കിട്ടിയാൽ നമ്മൾ വേണ്ട പോലെ പിന്നെ അല്ല നമുക്ക് ഏണി ചെയ്യാന്ന് ഇതിലെ ഒരു ക്യാരക്ടറും എങ്ങനെയാണ് ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അത് ആദ്യം തന്നെ സംവിധായകനോടും നിർമ്മാതാവിനോടും നന്ദി പറയുകയാണ് ഇങ്ങനൊരു വലിയ പ്രോജക്റ്റിൽ എന്നെ പങ്കെടുപ്പിച്ചതിൽ. എനിക്ക് തോന്നിയത് ഞാൻ 2 അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്കൂൾ മാഷാണ് കടുവാക്കുന്നിൽ കുറുവാച്ചനും കുട്ടികൾക്കും. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു സുഹൃത്താണ്. ബാക്കി സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു കുരിശുദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുരിശുദ്ധം നടക്കുന്ന അറിയാമല്ലോ, നിങ്ങൾക്ക് ചരിത്രം അറിയാമെങ്കിൽ അറിയാം. ഒരു മുസ്ലിം ക്രിസ്ത്യൻ വാറായിരുന്നു ജെറുസലമിന് വേണ്ടി. പക്ഷേ ഈ കടുവയിൽ കുരിശുദ്ധം നടക്കുന്നത് അധികാരികളോടും സഭാ മേലധ്യക്ഷന്മാരോടുമാണ്. അത് നടത്തുന്ന കുറുവാച്ചൻ്റെ കൂടെ നടക്കുന്ന ഒരു പാവം വർക്കിസാറാണ് ഞാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഫൺ നോട്ടിലാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ അലൻസേരേട്ടൻ പറഞ്ഞായിരുന്നു പൃഥ്വിരാജ് എന്ന ഡയറക്ടറാണ് കൂടുതൽ ഇഷ്ടം. അത് ക്യാമറയുടെ പിന്നിൽ അടിപൊളിയാണ്, പക്ഷേ ഫ്രണ്ടിൽ അത്ര പോരാ. അപ്പോൾ ഓൺ എ വെരി ഫൺ നോട്ട്. അപ്പോൾ അത് അങ്ങനെ അതിൽ ഉറച്ചേക്കുന്നത് ഇപ്പോഴും. ഞാൻ ഒരു തവണ ഇത് എനിക്ക് വന്ന വേഷമായിരുന്നില്ല വാസ്തവത്തിൽ. ഇത് നേരത്തെ ചെയ്തിരുന്നൊരു ആക്ടറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കൊറോണയും പ്രളയമൊക്കെ വന്നപ്പോൾ കാസ്റ്റിങ്ങൊക്കെ മാറി.
അങ്ങനെയാണ് ഞാൻ ഈ വർക്ക് സാറിലേക്ക് ഞാൻ എത്തുന്നത്. ആ നടൻ ചെയ്ത വേഷമാണ് ഞാൻ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ പോത്തൻ ഇതുപോലെ ചെയ്തിരുന്നു. പോത്തൻ്റെ വേഷവും മാറി ഒരു തവണ. എല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ് ഇടയ്ക്ക് ഷാജി സാറ് വേറൊരു ലൊക്കേഷനിലും പിന്നെ രാജുവും ഞങ്ങളുമൊക്കെ ഉള്ളൊരു വേറൊരു എന്നെ നേരത്തെ പറഞ്ഞ പോലെ അടിപിടി സീൻ, ഈ വായുവിൽ നിന്നുള്ള ഫൈറ്റ്, ആ സീൻ ഡയറക്റ്റ് ചെയ്യുന്നത് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. പോത്തന് പകരം അവിടെ നിൽക്കുന്ന ബൈജു ആയിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്തെ ബൈജു, അൽത്തറ ബൈജു. അപ്പോൾ ഇദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ഇപ്പുറത്തെ സെറ്റിൽ രാജു ആയിരുന്നു. ഞാൻ രാജുവിനോട് പിന്നെ ഷേക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, താങ്കളുടെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സീനിലെങ്കിലും സംവിധാനത്തിൽ അഭിനയിക്കാൻ പറ്റിയല്ലോ. ഞാൻ രാജുവിനോട് തന്നെ ഒരു തവണ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ഒരു സീൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു ആക്ടർ എന്നുള്ളതിനേക്കാളും, ഞാനത് ആക്ടർ എന്ന് ഉള്ളതിനേക്കാളും എന്നാണ്, ഉപരിയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അദ്ദേഹത്തിന് ഇപ്പം തന്നെ ഇവിടെ ലൈറ്റ് ഓഫ് ആയപ്പോൾ കൃത്യമായി നിങ്ങളാരും കണ്ടില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ ആ ലൈറ്റ് ഓൺ ആക്കൂ. അവിടെ പിന്നെ എന്താണ് മൊബൈൽ റിങ് ചെയ്തപ്പോൾ ഇത്രയും ശബ്ദത്തിൽ മൊബൈൽ, ഇത് ഒരു സംവിധായകനിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ്. നടൻ പെർഫോം ചെയ്യുള്ളൂ, പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് രാജു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, അല്ലാതെ മോശം നടൻ എന്നുള്ള രീതിയിലല്ല. സുധീരേട്ടൻ്റെ ഇതിലെ കഥാപാത്രത്തെക്കുറിച്ച്? ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന ഒരു ജയിൽ സൂപ്രണ്ടിൻ്റെ കഥാപാത്രമാണ്. ഇതിനകത്ത് ചെയ്യുന്ന നല്ലൊരു ജയിൽ സൂപ്രണ്ട് ഒരു ക്യാരക്ടറാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല ടെക്നീഷ്യനായ ഷാജിയേട്ടൻ്റെ ആ ഒരു ഇതിലാണ്, ആ ഒരു ഡയറക്ഷനിൽ വരുന്ന ഒരു പടം, അതിൽ അഭിനയിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യം. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഇതിനു മുമ്പിലുള്ള പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ലൊരു പ്രൊഡ്യൂസറിൻ്റെ പടം. അതിനെല്ലാം ഉപരി ശ്രീ പൃഥ്വിരാജുമായിട്ടുള്ള പടങ്ങളിൽ എൻ്റെ ആദ്യത്തെ പടം തന്നെ ബിഗ് സ്ക്രീൻ തന്നെ ശ്രീ പൃഥ്വിരാജുമായിട്ടാണ് വാസ്തവം എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ നല്ല പടങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതെല്ലാം പൃഥ്വിരാജുമായിട്ടുള്ള പടങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്കുള്ളത്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടനും സംവിധായകനുമായ അദ്ദേഹത്തിനോടൊപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം, ഒരു 3-4 വർഷത്തിന് ശേഷമാണ് പൃഥ്വിയായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അതുപോലെ ഷാജിയേട്ടനും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംവിധാനത്തിലേക്ക് നിൽക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പടത്തിൽ, അതും ഒരു നല്ല ഒരു അടിപ്പടത്തിൽ, നമ്മളൊക്കെ കൊച്ചിലെ നമ്മൾ കണ്ട, കൊച്ചിലെ എന്ന് കേട്ടാൽ നീ പ്രത്യേക അടുത്തൊന്നും പറയാതെ, കാരണം ഞാൻ പറയുന്നില്ല, എങ്കിലും സ്ഫടികം പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അന്നൊക്കെ മനസ്സിൽ കയറിയിട്ടുള്ള സിനിമയാണല്ലോ സ്ഫടികം. അത്തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും കടുവ. അതുപോലെ തന്നെ നമ്മളെ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഒരു തട്ടിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത പൃഥ്വിയിൽ നിന്നും എപ്പോഴും കാണുന്നത്. ഇന്ത്യൻ സിനിമയിലല്ല, വിത്തിൻ ഷോർട്ട് വി ക്യാൻ ഹിയർ ഇറ്റ്സ് നെയിം ഇൻ വേൾഡ് വൈഡ് എന്നെനിക്ക് ഐ എം ഷുവർ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ആ തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഹോരാത്രം ഇസ് ഡെഡിക്കേഷൻ ആൻഡ് ഡിവോഷൻ ടുവേഴ്സ് ദി ഇൻഡസ്ട്രി ആൻഡ് ഫിലിംസ്. അതാണ് മെയിനായിട്ട് കാണുന്നത്. അത് കാരണം ഈ പടമെല്ലാം പുള്ളി കൈവയ്ക്കുന്ന, ശ്രീ പൃഥ്വി കൈവയ്ക്കുന്ന പടങ്ങളെല്ലാം അത്തരത്തിലാണ് പുള്ളി പടത്തെ വീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു മേൽമ ഈ പടത്തിന് കുടുംബസമേതവും ഇരുന്ന് കാണാം, കുട്ടികൾക്കും കാണാം, കോളേജ് കുമാരന്മാർക്കും കാണാം എന്ന രീതിയിൽ ഇറ്റ്സ് എ ബിഗ് മാസ് ഫിലിം ഫോർ ദി ഓഡിയൻസ്. സുധീരേട്ടൻ ഇപ്പോഴും ലീവിലാണോ? സ്കൂൾ പ്രിൻസിപ്പൽ? ഞാനിത് VRS കൊടുത്തു. ഐ ഗേവ് മൈ VRS. Again I'll be active in the industry. Samika, about the character and your entry into the movie. Ladies last. ഓക്കെ, എൻ്റെ ക്യാരക്ടറുടെ പേര് എൽസ എന്നാണ്. 𝐒𝐻്ന്റെ ഭാര്യ അച്ചായത്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമ ബേസിക്കലി ഇവർ രണ്ടുപേരും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തമ്മിൽ നടക്കുന്ന ഒരു ഈഗോ വാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ക്യാരക്ടേഴ്സും അല്ലാതെ ബാക്കി വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ ആർക്കുകളും, ഈ രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ ചുറ്റിലുമുള്ള ഫാമിലി മെമ്പേഴ്സും ചുറ്റിലുള്ള ആൾക്കാരുമായിട്ട് അവരുടെ ഇൻട്രാക്ഷൻസുമാണ് ഈ സിനിമയെ ഒരു ഹോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത്. ആൻഡ് ഇതൊരു ഇടിപ്പടമാണ്, കമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷേ ഈ ഒരു ഇടിപ്പടത്തിലോ കമേഴ്ഷ്യൽ സിനിമയിലോ വരുന്ന ഒരു ചെറിയൊരു നായിക കഥാപാത്രമല്ല എൽസയുടേത്. വളരെ പിവറ്റലായിട്ടുള്ള പല സന്ദർഭങ്ങളിലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് എൽസ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് ഞങ്ങൾക്കിപ്പം ഓൺലൈൻ മീഡിയാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനും, എസ്പെഷ്യലി അതർ ദാൻ ചാനൽസ് നോക്കുമ്പോൾ.
അപ്പോൾ ഈ മൂവി പ്രൊമോഷൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ കൂടുതലും മിക്ക പ്രൊഡ്യൂസേഴ്സും ചിലപ്പോൾ ഇപ്പോഴും സാറ്റലൈറ്റ് ചാനൽസ് ആയിരിക്കാം കൂടുതൽ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ചിലരെങ്കിലും. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വാല്യൂ എത്രത്തോളം മൈൻഡിൽ കാണുന്നുണ്ട്? ഈ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താ അറിയോ ഓൺലൈൻ മീഡിയയുടെ? നിങ്ങളെ ഒഴിവാക്കണം ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒഴിവാക്കാൻ പറ്റില്ല. അല്ല അതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇവിടെ ഉണ്ട്, മനസ്സിലല്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോൾ വന്നു വീട്ടിൽ നിന്ന്, ആ ഫോൺ എടുത്തു, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാമേ, കട്ട് ചെയ്യുമ്പോൾ 4 നോട്ടിഫിക്കേഷൻസ് ആണോ, എന്നാൽ പിന്നെ എന്താ നോട്ടിഫിക്കേഷൻ? അതാണ് നിങ്ങൾക്ക് മേ ഐ കം ഇൻ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് യു ആർ ഓൾവേസ് വിത്ത് അസ്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ഓൺ ദ ഗ്രൗണ്ടിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് വീൽഡ് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയാസ് ആണ്. ആൻഡ് ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഇസ്, unlike print media, unlike outdoor publicity, you guys are free for this end of the spectrum. യൂസ് ചെയ്യുന്ന ആൾക്ക് ഒരു ഫീ ഉണ്ട്, അവരറിയാതെ ഒരു പേ ചെയ്യുന്നൊരു ഫീ ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രൊഡ്യൂസർക്ക് ഇത് ഫ്രീ ആണ്. ഇൻ എൻ ഐഡിയൽ വേൾഡ്, ഞാൻ എപ്പോഴും പറയും, ഇൻ എൻ ഐഡിയൽ വേൾഡ് ഐ വുഡ് ഹാവ് സ്വിച്ച്ഡ് ഓഫ് സോഷ്യൽ മീഡിയ. കാരണം ഇറ്റ് ടേക്സ് അപ്പ് ടു മച്ച് ഓഫ് യുവർ ടൈം. എനിക്ക് ഒട്ടും സമയമില്ലാത്ത ആളാണ്. എനിക്കൊരു എല്ലാ ദിവസവും ഒരു 2 hours കൂടെ എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് ടു മച്ച് ഓഫ് യുവർ ടൈം. അപ്പോൾ ഇൻ എൻ ഐഡിയൽ വേൾഡ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരാളായിരുന്നിരിക്കും. ഫ്രാങ്ക്ലി ഇറ്റ് ഇസ് നോട്ട് എൻ ഐഡിയൽ വേൾഡ്. കാരണം ഇന്ന് സിനിമ മാധ്യമത്തിന് അവൈലബിൾ ആയിട്ടുള്ള ബിഗ്ഗസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ ഫോർ ദ പ്രൊഡ്യൂസർ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എൻഡ് യൂസേഴ്സിൽ ഇൻഫ്ലുവൻസ് വീൽഡ് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയ തന്നെയാണ്. അതിനെപ്പറ്റി ഞങ്ങൾ പൂർണ്ണ ബോധവാന്മാരാണ്. ദി അതർ എൻഡ് ഓഫ് ഇറ്റ് ഇസ്, ഒരു ഓൺലൈൻ മീഡിയ തുടങ്ങാനും എളുപ്പമാണ്, അല്ലേ? എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കറിയാം, anybody, to be with a domain or with a handle can actually today start an online media. അതുകൊണ്ട് എല്ലാ സിനിമ കഴിയുമ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിലെ എണ്ണം ഇങ്ങനെ എക്സ്പെറൻഷ്യലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഒരു കടുവയ്ക്ക് ഇഫ് ദർ ആർ 25 ഓൺലൈൻ മീഡിയ പാർട്ട്നേഴ്സ് ദാറ്റ് വി ആർ വർക്കിംഗ് വിത്ത്, അടുത്ത സിനിമയാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു 45 പേരുടെ ലിസ്റ്റ് കിട്ടും. ഇതിങ്ങനെ കൂടിക്കൂടി ലാസ്റ്റ് എന്താണ്, നിങ്ങളുടെ TMC ഗ്രൗണ്ടിൽ എല്ലാവരും കൂടെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്താൻ പറ്റില്ലല്ലോ. സോ അത് ഐ ഡോണ്ട് നോ, ദാറ്റ് ഇസ് അപ് ടു യുവർ അസോസിയേഷൻ ടു റെഗുലേറ്റ് ഇറ്റ് ആൻഡ് ടു മേക്ക് ഷുവർ ഹൗ യു കൺട്രോൾ ദാറ്റ്. കാരണം ഇറ്റ് വിൽ ഗോ ഓൺ. നാളെ ഇനിയിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിന് ഒരു 1 million ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഹീ സഡൻലി ബിക്കംസ് എൻ ഓൺലൈൻ മീഡിയ ഇൻഫ്ലുവൻസർ. അപ്പോൾ അത് ഐ ഡോണ്ട് നോ ഹൗ യു ഗൈസ് ആർ ഗോയിങ് ടു കൺട്രോൾ ഇറ്റ്. അതല്ലെങ്കിൽ ഓഫ് കോഴ്സ് വി ആർ ട്രൂലി അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് യു വീൽഡ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ടുഡേ. ഈ കഴിഞ്ഞ ദിവസം ട്വിറ്ററിലുണ്ടായ ചർച്ച എന്ന് പറഞ്ഞാൽ, നല്ല സിനിമകളാണെങ്കിൽ കൂടി മലയാള സിനിമയ്ക്ക് ആളില്ല എന്നുള്ളത്. ടു ദ പ്രൊഡ്യൂസർ രണ്ടുപേരും, ഇപ്പം പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് ലിസ്റ്റിൻ സ്റ്റീഫൻ, ഇപ്പോൾ ജനഗണമനയ്ക്ക് തിയേറ്റർ ഫുള്ളായി, ഇപ്പോൾ കടുവയ്ക്ക് വേണ്ടി പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു. എന്താണ് ആ മാജിക്? കാരണം മലയാള സിനിമയ്ക്ക് ആളില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ട്വീറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും കടുവ കാണാൻ വേണ്ടി റെഡിയാണ്. അപ്പം തിയേറ്ററിന് വേണ്ടിയുള്ള പടങ്ങൾ കാണാൻ പോകുന്നത് എന്താണ്? നിങ്ങൾ എടുക്കുന്ന എല്ലാ പടങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അത് എന്തൊരു മാജിക്കാണ് നിങ്ങൾ കാണിക്കുന്നത്? പറയൂ ലിസ്റ്റ്. അല്ല, ഇതൂടെ രാജുവിന് കൊടുത്തേക്ക അവസരം ആണോ? അല്ല അങ്ങനെയല്ല. നമ്മളിപ്പോൾ എടുക്കുന്ന സിനിമകളിപ്പോൾ നമ്മളിപ്പോൾ രാജു ഇങ്ങനെ ഇരിക്കണം, രാജുവിൻ്റെ കൂടെ ഇന്ന കോമ്പിനേഷൻ വർക്കൗട്ടാവും, അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ്. അപ്പം ആ ആഗ്രഹത്തിനൊപ്പം ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഇപ്പം കിട്ടണമെന്നില്ല. അപ്പം രാജുവിനോട് നമ്മൾ പോയി ഒരു ഹീറോ ആയിട്ടിരിക്കുമ്പോൾ ഈവൻ പോയി ഷെയർ ചെയ്യും, രാജു ഇങ്ങനെയുള്ള പടങ്ങൾ ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. രാജുവിൻ്റെ അടുത്ത് കുറേ അധികം സ്ക്രിപ്റ്റുകൾ വരും. എത്ര നല്ല സ്ക്രിപ്റ്റുകളാണെങ്കിലും ഒരു വർഷം ആൾക്ക് ഇത്ര, അതായത് പടങ്ങൾ അഭിനയിക്കാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം, ചെറുതും വലുതുമായിട്ട്. അതിന് വന്നിട്ട് ഇത്ര നമ്പർ എന്നുള്ള ഒരു സംഭവമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ തിയേറ്ററിൽ ആൾ വരുന്നത് അതായത് ഇന്ന പടം കാണാനായിട്ട് തീരുമാനിച്ചു വെച്ചേക്കുവാണ്, ഇന്ന പടം കാണണ്ടെന്ന് തീരുമാനിച്ചു വെച്ചേക്കുവാണ്. അപ്പം അങ്ങനെ ഓഡിയൻസിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറിയതുകൊണ്ടിട്ട് നമ്മളൊരു ഹൈപ്പുള്ള പടത്തിന് മാത്രമാണ്. ഇപ്പം കടുവ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നമ്മൾ എന്തുകൊണ്ടിട്ടാണ് ഇത്ര പ്രൊമോഷൻ പോലും ചെയ്യുന്നത്? നമുക്കിതിന് ഹൈപ്പ് ഉണ്ടാക്കുക, ഇൻഷിറ്റ് വരിക. കാര്യം OTT പ്ലാറ്റ്ഫോമിൽ ഒരു 30 days 35 days ഇപ്പോൾ വരുവാണ്. അതിനു മുമ്പിൽ നമ്മൾ ഇതിൻ്റെ കളക്ഷൻ എടുക്കണം. അപ്പോൾ അത് ഇൻഷിലുണ്ടെങ്കിലേ ഉള്ളൂ. നേരത്തെ ആകാശദൂത് പോലെയുള്ള ഒരു സിനിമകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ ഫുൾ ഹോൾഡ് ഓവർ ആയിട്ട്, അല്ല ഞാൻ തന്നെ നിർമ്മിച്ച ട്രാഫിക് എന്ന് പറയുന്ന സിനിമ പതുക്കെ പിക്കപ്പ് ആയ ഒരു സാധനം, അതിനുള്ളൊരു ടൈം ഇപ്പം ഇല്ല. ഫൈനലി രാഹുലിൻ്റെ അടുത്തും കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇതിൻ്റെ ഒരു റൈറ്റപ്പിനെ നോക്കുമ്പോൾ അവർക്ക് വേണ്ട ഒരു ഇടി അല്ലെങ്കിൽ ഒരു വഴക്കായിരുന്നു, പക്ഷേ ഇതിനൊരു യുദ്ധം തന്നെ തന്നിരുന്നോ? ഞാൻ പള്ളിയിലെ അച്ഛനാ, പ്രീസ്റ്റാ എൻ്റെ ക്യാരക്ടർ. എന്നെയും വിട്ടില്ല, ഞാനും മേയറിലൊക്കെ ആയിരുന്നു. സോ
എനിക്ക് രാജുവിനെ കാണാൻ ഇഷ്ടം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ ഈ സൈസ് പടത്തില്ല. ഐ മീൻ യുനോ ഡയലോഗ് ത്രൂ ചെയ്യുക, ക്യാമറ നോക്കി സംസാരിക്കുക. ഐ ലൈക്ക്, ഐ തിങ്ക് ഐ ലൈക്ക് ഹിം ലൈക്ക് ദാറ്റ്. So it's after a long time that I am, you could see, അത് നിങ്ങൾ പടം it's between two, രണ്ട് characters, ego between two characters. But yeah, it'll be a wonderful movie to watch. So anyways, thank you so much. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗംഭീര ഹിറ്റ് ആവട്ടെ നിങ്ങളുടെ കോംബോ ആൻഡ് എവറിത്തിങ്. ഓൾ ദി ബെസ്റ്റ്.